കണ്ണൂർ എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ സിപിഐഎമ്മിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി പ്രദേശവാസിയായ യുവതി. മേഖലയിൽ സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്നതായി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ അയൽവാസി സീന പ്രതികരിച്ചു. ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ ദുരുദ്ദേശമെന്നാണ് സിപിഐഎമ്മിന്റെ നിലപാട്. സ്ഫോടനത്തിന് പിന്നാലെ ജില്ലയിൽ പോലീസ് വ്യാപക പരിശോധന തുടങ്ങി. ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് 3 ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്. അത് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇല്ല, ഇത് പിന്നെ ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിന്റെ ചോരക്കൊതിക്കെതിരായ രോഷപ്രകടനമാണ് സീനിയുടെ വാക്കുകളിലേത്. സിപിഐഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് തുറന്നു പറച്ചിൽ. എന്നാൽ യുവതി കോൺഗ്രസ് അനുഭാവിയാണെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ആരോപണമെന്നും സിപിഐഎമ്മിന്റെ മറുപടി. പോലീസും ആഭ്യന്തര വകുപ്പും സമ്പൂർണ്ണ പരാജയമെന്ന് സ്ഥലം സന്ദർശിച്ച നിയുക്ത വടകര MP ഷാഫി പറമ്പിൽ പറഞ്ഞു. പാർട്ടി സുരക്ഷയിൽ പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘങ്ങൾ വളരുന്നു. ബോംബ് നിർമ്മിക്കുന്നവരിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുന്നില്ലെന്നും ഷാഫി പറമ്പിൽ. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു വിഭാഗമുണ്ട്. അത് കേരളത്തിലെ പോലീസ് സംവിധാനമാണ്. ആ പോലീസ് സംവിധാനം ഈ നിർമ്മിക്കുന്നവരുടെ മുമ്പിൽ, ഇത് വിതരണം ചെയ്യുന്നവരുടെ മുമ്പിൽ, ഇത് ഒളിപ്പിക്കുന്നവരുടെ മുമ്പിൽ, ഇത് സ്റ്റോക്ക് ചെയ്യുന്നവരുടെ മുമ്പിൽ 10 പൈസക്ക് ഗുണമില്ലാത്തൊരു സംവിധാനം പോലെയാണ് ഈ ബോംബ് കേസുകളിൽ കേരളത്തിലെ പോലീസ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ പോലീസ് പരിശോധന തുടങ്ങി. വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരും. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട കൊടക്കുളം സ്വദേശി വേലായുധന്റെ മൃതദേഹം വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം കുണ്ടുചിറയിലെ ശ്മശാനത്തിൽ സംസ്കരിച്ചു. 24 കണ്ണൂർ.